ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്ന പട്ടിക്ക് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഓരോന്നിനും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിന് 5 കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കൊടുക്കണില്ല കേട്ടോ. എല്ലാ പട്ടിക്കുട്ടികളും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റോറം നടക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചോറൊന്നും കൊടുക്കണില്ല. എങ്ങനെയായാലും ഇവിടുന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവരങ്ങനെ പോയിട്ടാ. അപ്പം ഞാൻ പട്ടീനെ കാണുമ്പോൾ ഓടിപ്പിക്കും വടിയെടുത്തിട്ട്. പിന്നെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോഴേക്കും നമ്മളൊരു ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലത്തെ ഇഡ്ഡലിയുടെ മാവ് ഇരുന്നിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് കിട്ടിയ സംഭവം കേട്ടോ. ഊത്തപ്പം ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതാ 2 സവാള, 1.5 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. സവാള അങ്ങനെ ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ട് ക്യാപ്സിക്കം നമ്മുടെ ഫ്രിഡ്ജിൽ പഴയത് കുറച്ച് നാൾ മുന്നത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അതും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ട് ചെറുതാക്കി അരിയുക. പിന്നെ പച്ചമുളക് അരിയാം. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. പക്ഷേ ക്യാരറ്റോ മല്ലിയിലയും പച്ചമുളകും അല്ല കറിവേപ്പിലൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും കറിയുടെ ആവശ്യമോ ചമ്മന്തിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വെറും കട്ടൻ ചായ ഉണ്ടെങ്കിൽ മാത്രം നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ട് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചുടുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തർ സ്കൂൾ വിട്ട് വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആദ്യം പിന്നെ വരിക കുഞ്ഞുവാണല്ലോ, ഫസ്റ്റ് വരിക കുഞ്ഞുവാണ്. പിന്നെ ആചുട്ടൻ വരും. പിന്നെ ഇഷ്ടമുള്ളതിനെ പിന്നെ നമ്മളവിടെ പോയിട്ട് വിളിച്ചുകൊണ്ടുവരിക ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ട ദോശക്കല്ലിൽ ഇത്തിരി അധികം നെയ്യ് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. പക്ഷെ നെയ്യൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് ബാക്ക് സൈഡ് 2 സൈഡും മറച്ചിട്ടിട്ട് കഴിഞ്ഞാൽ മുകളിലും കുറച്ച് എണ്ണ അങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവരൊക്കെ നന്നായി കഴിച്ചു കേട്ടോ. അപ്പോൾ ദോശമാവും ഇഡ്ഡലിയുടെ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊടുക്കും. കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. ക്യാരറ്റും അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടോ. പക്ഷേ നെയ്യും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായേനെ. പക്ഷേ നെയ്യ് എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ കുഞ്ഞാണ് നമ്മുടെ ഫോൺ നാശാക്കിയ മഹാൻ. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? ആ, എല്ലാം അറിയണ ഒരാളാ. ഇത് ഫോൺ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് അവിടെ ആക്കി വെച്ചു. ഇനി ഫോണ് തൊട്ടടിയട്ടാ. ഈ ഫോണുമ്പോൾ എങ്ങാനും വന്നിട്ട് കൈവയ്ക്ക്, ഞാൻ ശരിയാക്കി തരാം. അപ്പം എല്ലാതും ഞാൻ തന്നെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലോക്ക് ഇടണമില്ല ഫോണിന്. ഫോൺ ലോക്ക് ഇടണില്ല. ഫോൺ തൊടണ്ട ആരും. എന്തൊരു ലോക്ക് ഇടുന്നില്ല. ഫോൺ എടുക്കും വേണ്ട, വാങ്ങി കൊടുക്കണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല ഇന്ന് തന്നെ വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കുറച്ചും കൂടി ഉള്ള ഉണ്ടാക്കാൻ ബാക്കിയല്ല. അപ്പോൾ എല്ലാം ഉണ്ടാക്കിട്ടോ. എല്ലാം ഉണ്ടാക്കി നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസത്തിൽ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇഷമോൾക്കും ആച്ചൂട്ടനാണ് ഉള്ളതാണിത്. കുഞ്ഞൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമുക്കിത് എന്തായാലും മൂടി വെച്ചിട്ട് അങ്ങനെ ഇനി ഇഷമോളനെ വിളിക്കാൻ പോവുക. ആച്ചൂട്ടൻ വന്നിട്ട് കുളിക്കുന്നുണ്ട്. അവനും കണ്ടപ്പോൾ വേഗം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി മേല് കഴുകിയിട്ട് വരും കേട്ടോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുളിക്കുന്നു തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇഷമോളനെയൊക്കെ വിളിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ചോറൊക്കെ വെക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ വീഡിയോയിൽ, ഇന്നലെ ചോറൊന്നും വെച്ചിട്ടില്ല, ഫോണും അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആട്ടാ ചോറൊക്കെ വെച്ചത്. അപ്പോൾ ചോറിന് ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോയ വാട്ടർ ബോട്ടിലും പിന്നെ കുഞ്ഞു ചോറ് കൊണ്ടുപോയ പാത്രവും ഒക്കെ അങ്ങനെ തിരിച്ചു കൊണ്ടുവരുമല്ലോ, അതൊക്കെ കൊടുന്നിട്ട് വാഷ് ബേസിൻ്റെ കൊടുന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുക കേട്ടോ. ആച്ചൂട്ടനും ഇഷമോളും എന്താ പറയുക, കുപ്പി നേരെ കൊടുന്നിട്ട് വാഷ് ബേസിനിലിടും. കുഞ്ഞും ചിലപ്പോൾ കൊടുന്നിടും, ചിലപ്പോൾ ഞാൻ അവന് ബാഗിൽ നിന്ന് എടുത്തിട്ട് വരണം. കൊണ്ടുവന്നിട്ട് അങ്ങനെ പിന്നെ കഴുകിയിട്ട് പിന്നെ അവിടെ കമഴ്ത്തി വയ്ക്കുക ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഡെയിലി ഇവിടെ വൈകുന്നേരം ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ അതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടികളെ ലഞ്ച് ബോക്സ് കഴുകണതും ചോറ് ആച്ചൂട്ടൻ കൊണ്ടുപോകില്ല കേട്ടോ, ഇഷമോളും കൊണ്ടുപോകില്ല. കുഞ്ഞ് മാത്രമേ ചോറ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവൻ്റെ സ്കൂളിലേക്ക് മീൻ കറിയോ മീനോ എന്ത് കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അവിടേക്ക് എന്ത് വേണേലും കൊണ്ടുപോകാം. മറ്റവരുടെ സ്കൂളിലേക്കൊന്നും ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ചോറ് കിട്ടുന്നുണ്ട്. അവരത് തന്നെ കഴിക്കുക കേട്ടോ. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക ഫുള്ള്.
എഴുത്. അപ്പോൾ ഇനി മീൻ കറി വെക്കുകയാണ്. അപ്പോൾ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഉമ്മ മീൻ മേടിക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയുക 1.5 കിലോ 100 ആയിട്ടാണല്ലോ ഇപ്പോൾ അയിലൊക്കെ വരുന്നത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഉമ്മ അങ്ങനെ മേടിക്കും. എന്നിട്ട് അതിൻ്റെ പകുതി ഞാനിങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ചിലപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ട് ഉമ്മാക്ക് നന്നാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്നലെ മീൻ അങ്ങനെ മേടിച്ച് വന്നപ്പോൾ എല്ലാം നന്നാക്കിയിട്ട് ഉമ്മാക്കുള്ളത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തത്. പക്ഷെ ഉമ്മാക്ക് എന്നും മീൻ കഴിക്കണതൊന്നും ഉമ്മാക്ക് വീട്ടിൽ വെക്കണത് തന്നെ ഇഷ്ടമല്ല കേട്ടോ. എന്നും മീനൊന്നും വീട്ടിൽ ഉണ്ടാക്കണം തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ അതെന്ത് ചെയ്തു, കായം പരത്തിയിട്ട് അത് എനിക്ക് തന്നെ തിരിച്ചു തന്നു കേട്ടോ. എനിക്ക് വേണ്ട കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് കുറച്ച് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടേക്ക് തന്നെ തന്നയച്ചു. അപ്പോൾ മീൻ പിന്നെ കറി വെക്കാനുള്ള മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വൈകുന്നേരം തന്നെ കറി വെച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്ക് എളുപ്പമായില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കറി ഉണ്ടായിരുന്നില്ല നമുക്ക് വൈകിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയിൽ തന്നെ എല്ലാം ഇടും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഇട്ടിട്ട് അരയ്ക്കും. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് ഇതുപോലെ തക്കാളിയും പച്ചമുളകും കീറിയിട്ട് കഴിഞ്ഞാൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ ഉമ്മ തന്ന മീനാട്ടത്. ഉമ്മ കായം പരത്തിയിട്ടാണ് തന്നമ്മ കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടേക്കണത്. അങ്ങനെ ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റേ അടുപ്പത്ത് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്. ആച്ചൂട്ടനും കുഞ്ഞൊക്കെ ഇരുന്ന് മദ്രസയിലത്തെ സ്കൂളിലത്തൊക്കെ പഠിക്കാനുണ്ടാവും, എഴുതാനുണ്ടാവും. ഫോണിനാണ് ഇപ്പോൾ തല്ലൂട്ടം. ഒക്കെ ഫോണിലേക്കാണ് എഴുതാനുള്ളതൊക്കെ വരുന്നത്. അത് കാരണമാണ് ചില സമയത്തൊന്നും വീഡിയോ പിടിക്കാൻ നമുക്ക് മടിയാവും. ഫോണ് ആവശ്യ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടില്ല. അങ്ങനെ ഇതാ ഒരടുപ്പത്ത് മീനൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് മീൻ കറി തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും തിളച്ച് പോയിട്ടാ. ചോറ് അടുപ്പത്ത് കിടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അടുക്കളൊക്കെ ആകെ പരന്ന് കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒതുക്കി പറക്കി വെച്ച് ചോറൊക്കെ തിന്നിട്ടൊക്കെ ഒതുക്കി പറക്കി വെക്കണം. അപ്പോൾ ഇതാ കുഞ്ഞു ഒരു കാന്തം അവിടെ കൊടുന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാന്തത്തിൻ്റെ മുകളിലാണ് കത്തിയൊക്കെ ഇങ്ങനെ തൂക്കിയിടട്ടെ. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ടിനുള്ള എക്സ്പ്രഷനാണ് കുഞ്ഞു ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാട്ട് പാടുന്നതിന് എന്നെ കളിയാക്കുക. പക്ഷെ പാട്ടൊന്നും ഞാൻ അതിൽ കൊടുക്കണില്ല കേട്ടോ. വെറുതെ എന്തിനുള്ള സബ് കളയണത്. അത് കാരണം പാട്ട് ഞാൻ അതിൽ കൊടുക്കണില്ല. അപ്പോൾ കുഞ്ഞു ഞാൻ പാട്ട് പാടുന്നതിനാണ് അവൻ മുഖത്തോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പാട്ട് പാടുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ മീൻ കറി തിളച്ച് പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മീനൊക്കെ അതിലിട്ടു. മീൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കറി തിളച്ചിട്ട് ഇടാൻ വിചാരിച്ചിട്ട്. പിന്നെ ഇതാ കുട്ടികളാട്ടാ പറക്കിയിടുന്നത്. അതിൽ പറക്കിയിട്ട് മീൻ കറിയിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഉള്ളി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇശമോൾക്ക് കൂട്ടാൻ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കൂട്ടാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ അവളെ കയ്യിൻ്റെ അടി പൊള്ളി. അതിന് ശേഷം അവൾക്ക് കയ്യിൻ്റെ ഇടയിലേക്ക് കറി ഒഴിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് എന്നാൽ കയ്യിൽ വെച്ചിട്ട് കുടിക്കൂല കേട്ടോ. കയ്യിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ നക്കി കുടിക്കുമല്ലോ, അതാണ് ഇഷ്ടം. പക്ഷേ അവളപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് അവൾ വന്നിട്ട് ഇങ്ങനെ നക്കൂട്ടോ. അതിനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് മീൻ കറി ഒഴിച്ചിട്ട് നക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവളിങ്ങനെ കയ്യിൻ്റെ ഇടയിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് കിക്കിളിയാവുക. അങ്ങനത്തെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഏതാ ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇനി ഊറ്റിയിടുകയാണ്. ചോറ് ഇത്തിരി വേവ് കുറച്ചിട്ടാട്ടോ ഊറ്റുക. എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിന് നാളെ കൊണ്ടുപോകുമ്പോൾ ഇനി ചോറ് ഒന്നും കൂടി എല്ലാ ചോറും തിളപ്പിക്കും കേട്ടോ. തിളപ്പിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെയാണ് നാളെ വെക്കുള്ളൂ ചോറ്. ചിലപ്പോൾ ഉണ്ടാവും 2 ദിവസം, നാളത്തെയും കൂടി ഉണ്ടാവും ചോറ്. നമുക്ക് വിറക് കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 ദിവസത്തിനുള്ള ചോറ് ചിലപ്പോഴൊക്കെ വെക്കും കേട്ടോ. 1.5 പടിയൊക്കെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കില്ല കേട്ടോ. നമ്മൾ ഇത് കുറച്ചിട്ട് ഊറ്റി കഴിഞ്ഞാൽ 2-3 ദിവസം ഉണ്ടാവും. അന്ന് ഉപ്പ പോയിന്റ് തലേ ദിവസം വെച്ച ചോറ് ഒരാഴ്ച നിന്നേക്കുന്നു. ഒരാഴ്ച ഉണ്ടായിരുന്നു. കാരണം ഉപ്പ പോയിട്ട് പിന്നെ ഞായറാഴ്ച ആ ചോറിന്റെ പഴം കഞ്ഞി കുടിച്ച് തീർത്തത് അറിയാം. ഇത് ഇന്നേക്കും നാളേക്കും മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോറ് വയ്ക്കലും കൂട്ടാൻ വയ്ക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളിരുന്ന് പഠിക്കുന്ന സമയത്തുണ്ട് വീട്ടിൽ നിന്ന് വിളിക്കണു. ഇക്കാടെ കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ വായോ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ എന്താണാവോ വെച്ചിട്ട് വേഗം പോയി. അപ്പോൾ എന്താ നല്ല പനി അധികമായി, ചുമ ഒക്കെ ആയിട്ട് കഫക്കെട്ടൊക്കെ ആയിട്ടിട്ട്. അപ്പോൾ അവനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് വന്നു. കുട്ടികൾക്കൊക്കെ എന്ത് പെട്ടെന്നല്ലേ ഹോസ്പിറ്റൽ കേസൊക്കെ വരിക. നമ്മൾ വിചാരിക്കാതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റൽ കേസ് വന്ന് കയറുക. അപ്പോൾ അങ്ങനെ തന്നെ വേഗം പോയിട്ട് എന്നിട്ട് മക്കളേനൊക്കെ വീട്ടിലാക്കിയിട്ട് ഞാനും കുഞ്ഞിക്കും കൂടിയിട്ട് ഇവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഒരു വിശേഷങ്ങൾ ഭയങ്കര വികൃതിയായിട്ട ആൾ, ഡോക്ടറെ കാണുമ്പോഴേക്കും കരയും. അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തോട്ടാ. പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.